പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 6 ഹല്ലേലൂയ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങയെപ്പോലെ മറ്റാരുമില്ലല്ലോ കർത്താവെ. അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. അമേൻ അമേൻ. 13 വാക്യം പറയാം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ അമേൻ സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ സ്തോത്രം പറയാം. നമ്മുടെ സ്വർഗീയ പിതാവിനെ ആരാധന അർപ്പിക്കാം. നമ്മളോട് കാണിച്ച കരുണയ്ക്കായിട്ട്, ദയക്കായിട്ട്, മനസ്സിലിവിനായിട്ടൊക്കെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഈ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അപ്പൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നിരിക്കുക. അപ്പം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പം നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുയേശുവിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്ന എല്ലാ നന്മകൾക്കും നന്ദി, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ മാസം 6 ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ, സന്തോഷത്തിൻ്റെ ദിവസമായി മാറട്ടെ, ദൈവിക സ്വസ്ഥതയുടെ ദിവസമായി മാറട്ടെ, ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ, ആത്മനിറവിൻ്റെ ദിവസമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അസാധാരണ ദൈവകൃപ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ അമേൻ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, അമേൻ ഭവനത്തിലായിരിക്കുന്ന അമേൻ ക്യാൻസർ രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് കൗണ്ടുകൾ നോർമൽ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശക്തികൾ നിർജീവമായി പോകട്ടെ. പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും രക്തത്താലും ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കുന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, എല്ലാ അഡിക്ഷനുകൾക്കകത്തുനിന്നും അമേൻ തൻ്റെ പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ. അതുപോലെ കർത്താവെ, വീട് പണി ആരംഭിച്ചു, അതിൻ്റെ പകുതിക്ക് വെച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നവർ അതിനെ പൂർത്തീകരിക്കാനുള്ള കൃപ കൊടുക്കണം. അമേൻ. അങ്ങനെ അത്ഭുതം നടക്കണം. വീടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് ഒരു ഭവനം ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കട്ടെ. മിഡിൽ ഈസ്റ്റിൻ്റെ റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. നമ്മുടെ സഭായോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ഇന്നത്തെ സഭായോഗത്തിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിൽ നിങ്ങൾ പങ്കാളികളാകുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്.
ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ആമേൻ. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് പിശാച് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഭയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ആമേൻ. സ്തോത്രം. ഭയം നമ്മുടെ ബലത്തെ ചോർത്തിക്കളയും, നമ്മളെ ഇനാക്റ്റീവാക്കി കളയും. ആമേൻ. നമ്മളെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തും. ഭയം മുഖാന്തരം പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കും. ഭയം മുഖാന്തരം നമ്മുടെ സോഷ്യൽ ലൈഫ് പോലും ആമേൻ പല രീതിയിൽ ആമേൻ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത് ശത്രുവിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ഭയത്തിൽ നമ്മളെ ഇട്ടുകളയുക, എന്തെങ്കിലും കൊണ്ട് ഭയപ്പെടുത്തുക. പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. മനുഷ്യഭയമുണ്ട്, രോഗഭയമുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ട് എന്നുവേണ്ട ഇങ്ങനെ പലതരത്തിലുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മളെ നിരാശപ്പെടുത്തി കളയുവാൻ, നമ്മളെ തളർത്തി കളയുവാൻ, ഇനാക്റ്റീവാക്കാൻ, മുൻപോട്ട് വിടാതെ പിടിച്ചു വെക്കുവാനൊക്കെ പൈശാചികമായ പദ്ധതികളെ ആമേൻ ശത്രു ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ നമുക്ക് നല്ല ബോധ്യം തരിക. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. അപ്പം ഭയം തരുന്ന ആത്മാവല്ല, നമുക്ക് ഉറപ്പ് തരുന്ന ആത്മാവ്, നാം ദൈവമക്കൾ എന്ന ബോധ്യം തരുന്ന ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത്. ആമേൻ. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആമേൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ മക്കളെന്ന ബോധ്യം തരുന്ന ദൈവാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം ഭീരുത്വം വരുന്നതല്ല, ഭയം വരുന്നതല്ല. അപ്പം ഭയം പിശാചിൽ നിന്ന് വരുന്ന. അതുകൊണ്ട് ഭയത്തിലല്ല ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കേണ്ടത് ധൈര്യത്തിലാണ്. ഒരു വേദപണ്ഡിതന്മാർ പറയുന്ന ഏകദേശം വേദപുസ്തകത്തിൽ 365ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അല്ലെങ്കിൽ ഭയപ്പെടാനാ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭയപ്പെടുവീൻ എന്നല്ല പറഞ്ഞ്, ഭയപ്പെടരുതെന്നാണ് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കരുത്, അതിനെ കണ്ട് പകച്ചു നിൽക്കരുത്. അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ജയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുന്നേറണം. ഇപ്പം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുക അത്രേ വേണ്ടത്, അല്ലെങ്കിൽ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരും. ഇങ്ങോട്ട് നോക്കി, ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലതും നമ്മളെ നേരിടാം. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്നതായ ചില അനുഭവങ്ങൾ വരാം, ടെൻഷൻ അടുപ്പിക്കുന്നതായ കാര്യങ്ങൾ വരാം, പലതും നമ്മുടെ മുമ്പിൽ വരാം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് ആമേൻ പരിശുദ്ധന്മാർ പറഞ്ഞ കാര്യം ഓർക്കണം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ നമ്മുടെ നെഞ്ചത്തോട്ട് തട്ടിയിട്ട് ഹലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് നമ്മളോട് തന്നെ പറയണം. പിന്നെ എന്താ റെമഡി, അല്ലെങ്കിൽ എന്താ പരിഹാരം? എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആമേൻ നിങ്ങളുടെ ആവശ്യം, നിങ്ങളെ ആ വിചാരപ്പെടുത്തുന്നത് എന്താണോ അത് സ്തോത്രത്തോടെ അറിയിക്കുക. ആമേൻ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പം ചെയ്യേണ്ട കാര്യം അങ്ങ് ചെയ്തേക്കണം. എന്തെങ്കിലും ഒരു ആകുലത വരുമ്പോൾ, എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ പെട്ടെന്ന് ആമേൻ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുക, ആമേൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, എന്നിട്ട് സമാധാനത്തോടിരിക്കുക. ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. കുഞ്ഞെ, ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്, വിചാരപ്പെടരുത്, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ മുന്നേറുക. മനുഷ്യഭയത്തിൻ്റെ ആവശ്യമില്ല, ആയുസ്സിനെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല. ആമേൻ. അയ്യോ എന്തായിത്തീരുമെന്നുള്ള ഭയം ആവശ്യമില്ല. കർത്താവിൻ്റെ കയ്യിലെല്ലാം സുരക്ഷിതമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നാം ഒരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.